അപ്പോൾ ഇന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാനിക്കും. എത്ര പെട്ടെന്നാണല്ലേ കഴിഞ്ഞത്. നമ്മൾ ഈ ഒരു ജില്ലകളിൽ സർവേക്ക് പോയതും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതെല്ലാം ആയി തെരഞ്ഞെടുപ്പ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ചുരുങ്ങിയ സമയത്തുള്ള തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ മാത്രമല്ല ബുദ്ധിമുട്ടിച്ചു, നമ്മളെപ്പോലുള്ള സർവേക്കാരെ ശരിക്കും ബുദ്ധിമുട്ടിച്ചു. നമ്മൾ ഇന്നലെ ഈ സർവേയുടെ അവസാന ഭാഗം, അതായത് ദക്ഷിണ കേരളത്തിന്റെ ഭാഗം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി. കാരണം ഇത് തിരക്കിട്ട പരിപാടിയായിരുന്നുകൊണ്ട് നമ്മുടെ രണ്ടാം ഭാഗത്ത് കുറച്ച് തെറ്റുകൾ വന്നു. തെറ്റുകൾ വന്നെന്ന് പറഞ്ഞാൽ ഫാക്റ്റുകളിൽ തെറ്റൊന്നുമില്ല, നമ്മൾ അവതരിപ്പിച്ചതിൽ തെറ്റൊന്നുമില്ല, നമ്മുടെ ഗ്രാഫിക്സുകളിൽ ചെറിയ മിസ്റ്റേക്കുകൾ വന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് അതുകൊണ്ട് 3 വട്ടം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സാധനം ഇന്നലെ അപ്ലോഡ് ചെയ്യുന്നത്, ഈ അവസാന എപ്പിസോഡ്. അതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു, അതെല്ലാം കറക്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും സമയം പോയി എന്നുള്ളതാണ് അതിനകത്ത് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് ഇന്നലെ തന്നെ അത് അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് നമുക്കത് ചെയ്യാനും കഴിഞ്ഞു. ഏതായാലും തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് സമയം കിട്ടിയുള്ളെങ്കിലും വോട്ടെണ്ണ ഇനി ഒരുപാട് സമയമുണ്ട്. അതെ, ഇതിപ്പോൾ കലാശക്കൊട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കലാശക്കൊട്ടെന്ന് പറയുന്ന ഈ ഒരു പരിപാടി തൊട്ട് വളരെ ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ അല്ലേ? അതെ. മാത്രമല്ല ഇതൊരു പ്രാകൃതമായ പരിപാടിയാണെന്ന് എനിക്ക് വന്നിട്ടുള്ളത്. ഓരോ ജംഗ്ഷനുകൾ കൈയേറി ഇത് ആരും ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ട് ആരെങ്കിലും വോട്ട് ചെയ്യും? ഈ ഒരു കലാശക്കൊട്ടിന് എത്ര ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്? ഇന്നിപ്പോൾ ഞാനിങ്ങനെ കാണുമായിരുന്നു, ആറന്മുള മണ്ഡലത്തിലെ കലാശക്കൊട്ടിൻ്റെ ഒരു റൂട്ട് ഇങ്ങനെ കാണുമായിരുന്നു. രാവിലെ 9 മണിയാകുമ്പോൾ ഇറങ്ങുകയാണ്. ചെന്നീർക്കര പഞ്ചായത്തിൽ ഊന്നുകല്ലിൽ നിന്ന് വീണ ജോർജ് തുടങ്ങുന്നു. എന്നിട്ട് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി അവസാനം 5 മണിയാകുമ്പോൾ 6 മണി വരെയല്ലേ കലാശം, 5 മണിയാകുമ്പോൾ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷൻ എത്തി അവിടെ കലാശക്കൊട്ട് അരങ്ങേറുന്നു. ഈ 3 മുന്നണികളും കൂടെ വന്ന് കയറുമ്പോഴത്തേക്കും ഒരു മനുഷ്യനെ ഏറ്റവും അലോസരപ്പെടുത്തുന്ന, കാണാനൊക്കെ നല്ല രസമാണ്, ഘോഷയാത്ര പോലെ ചണ്ടമേളവും ആംബുലൻസ് അങ്ങനെ അത്യാവശ്യം ഹോസ്പിറ്റൽ കൊണ്ടുപോകേണ്ടതല്ല, അവിടെ പെട്ടത് തന്നെ അവിടെയാണ്. അപ്പം ഈ കലാശക്കൊട്ട് എന്ന് പറയുന്ന സംഭവം നിരോധിക്കണം സത്യത്തിൽ. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞാൻ സ്വമേധയാ കേസെടുത്ത് ഒരു നടപടി എടുക്കാനാണ് ഇതിൻ്റെ പേരിൽ. കാരണം ഇതൊരു അനാചാരമാണ് ശരിക്കും. ഇത് കുറച്ചാലേ ആൾ തുടങ്ങിയിട്ട് ഈ പരിപാടി ഏതോ ഒരു പ്രസ്ഥാനക്കാർ തുടങ്ങുമ്പോൾ ബാക്കി എല്ലാവർക്കും ഏറ്റുപിടിച്ചതാണ്. അങ്ങനെ ഈ കലാശക്കൊട്ടെന്ന് പറയുമ്പോൾ ഒരു 4 മണി തൊട്ട് ഒരു 6 മണി വരെ ഒരു സ്പോട്ടിലോട്ട് വന്ന് ആ നാട്ടിലെ ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തി വഴിയെ പോകുന്നവരെ അവരെ ഇവരെ എല്ലാം പൊട്ടിക്കുന്ന രീതിയിൽ നാസിക് ഡൗൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇറിറ്റേഷൻ വരും ചില ആൾക്കാർക്ക്. എല്ലാ മനുഷ്യരുടെയും ആരോഗ്യസ്ഥിതി ഒരുപോലെ അല്ലല്ലോ, പിന്നല്ലാതെ. അപ്പം പക്ഷെ ഇതിനകത്ത് ഒരാൾ വ്യത്യസ്തനാണ്, ചാണ്ടിയുമ്മൻ. നേരത്തെ നമ്മൾ ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അയാളെ നമ്മൾ എന്താണ് പറയുന്നത്, അയാളെ നമ്മൾ വിളിച്ചിരുത്തി ആദരിക്കുക മാത്രമല്ല അയാളുടെ ആ ഒരു ശ്രമം എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നോക്കാം. ഇപ്പം ചാണ്ടിയുമ്മൻ ഇത് പറ്റും എന്താണെന്ന് ചോദിച്ചാൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാണ്. അങ്ങനെ വിജയം ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ കാശ് ചെലവാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സത്യമാണ്. അങ്ങനെ ഉറപ്പായ വിജയമുള്ള മണ്ഡലങ്ങളിൽ ഇത്രയും വലിയ പ്രചാരണ പരിപാടിയുടെ ആവശ്യമില്ല. ഇത് മാത്രമല്ല, ചാണ്ടി ഉമ്മന് വേണ്ടി ചാണ്ടി ഉമ്മൻ മാത്രമാണ് സൈക്കിളും ചവിട്ടി അങ്ങ് പോവാണ്. ഏറ്റവും രസകരമായ കാഴ്ച ഇവിടെ നിരീക്ഷകരായിട്ട് വന്ന എനിക്കൊന്നും മറ്റേ തെലങ്കാനയിൽ നിന്നുള്ള ഒരു മന്ത്രിയാണ് ചാണ്ടി ഉമ്മൻ്റെ കൂടെ സൈക്കിളെ പോവുക. രാത്രിയായി, ഭയങ്കര മഴ, ചാണ്ടി ഉമ്മൻ മഴയൊക്കെ അനഞ്ഞ് സൈക്കിളിൽ ഇങ്ങനെ പോവാണ്. ഈ പാവം പിടിച്ച വന്ന പുള്ളി ഈയാടെ കൂടെയൊക്കെ പോവാണ്, എന്താ ഈ സൈക്കിൾ ചവിട്ടി അങ്ങ് പോവാണ്. അപ്പം ചാണ്ടി ഉമ്മൻ്റെ ഒരു വേറിട്ട ഇലക്ഷൻ പ്രചരണ തന്ത്രമാണ്. ഇപ്പം നമുക്കറിയാം, ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോഴാണെങ്കിലും ഉമ്മൻചാണ്ടി സ്വന്തം മണ്ഡലത്തിൽ വോട്ട് തേടത്തില്ലല്ലോ, ഇല്ല, ആവശ്യമില്ലല്ലോ, അതിൻ്റെ ആവശ്യം അദ്ദേഹം പിന്നെന്താ പ്രചാരണം നയിച്ച് മറ്റു മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. ഞായറാഴ്ച തന്നാൽ മതി. ഇപ്പം വി ഡി സതീശൻ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് തേടാൻ സമയമില്ല, രമേശ് ചെന്നിത്തലയ്ക്കില്ല, പിണറായി വിജയനില്ല, അവരൊക്കെ ഇങ്ങനെ ഇറങ്ങി അങ്ങ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലമാണെങ്കിൽ ആ പ്രചാരണത്തിന് വീട് കയറിയുള്ള പ്രചാരണം ഓരോ പഞ്ചായത്തിലും അങ്ങനെ അങ്ങ് ചെയ്തങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഇത്തവണ മുമ്പ് എങ്ങും ഇല്ലാത്ത രീതിയിൽ പണം മുടക്കിയുള്ള പണക്കൊഴുപ്പാണ്. നമ്മുടെ ജില്ലകളിൽ പോയപ്പോൾ കണ്ടതാണല്ലോ. അതാണ് ഇത്രയും ഫ്ലെക്സുകൾ, ഇത്രയും ആഡംബരങ്ങൾ, ഇത്രയും പോസ്റ്ററുകൾ, മൾട്ടി കളർ പോസ്റ്ററുകൾ, ഓരോ സ്ഥാനാർത്ഥിയുടെയും ഏതെല്ലാം രൂപങ്ങളിലുള്ള ഫോട്ടോ. ഞാൻ പല മണ്ഡലങ്ങളിൽ പോയപ്പോൾ ശ്രദ്ധിച്ചത് ചില സ്ഥാനാർത്ഥികൾ ഇവർക്ക് എത്ര ഷർട്ടുണ്ടെന്നൊക്കെയാണ്. ഓരോ പോസ്റ്റർ ഓരോ ഷർട്ടാണ്.
അതും ബ്രാൻഡഡ് വില കൂടി സെക്ടറാണ്. നമ്മൾ വിപ്ലവ പാർട്ടിക്കാർ വിപ്ലവം അല്ല, മറ്റേ കോൺഗ്രസ് കഥകളാണല്ലേ പറ്റുള്ളൂ. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഈ ചുരുങ്ങിയ സമയത്തേക്കാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. അതിനോടൊക്കെ ഇവർ പലതരത്തിലുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് അടിക്കുക. ഇവർക്ക് എവിടുന്ന് സമയം കിട്ടി എന്നുള്ളത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ല, ഇവർ ഇലക്ഷൻ പിന്നെ സീറ്റ് ഉറപ്പിച്ചവർക്ക് അത് പ്രശ്നമല്ല. ഇപ്പം ഈ നമ്മളീ പറയുന്നല്ലോ, നമ്മൾ കൈക്കാശ് മുടക്കിയ സർവേ നടത്തി. അതെ. ബാക്കി ചിലരൊക്കെ ഇത് കാശ് ഇങ്ങോട്ട് മേടിച്ചിട്ട് ഒരു സർവേ ഫലം തട്ടിക്കൂട്ടി എടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ സർവേ ഫലം ഉണ്ടാക്കിയതിന് ഓരോരുത്തർക്ക് കൊടുത്ത പൈസ തന്നെ കോടികൾ വരും. PR നടത്താൻ വേറെ പൈസ വേറെ വേണം. പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള PR സെപ്പറേറ്റ് ഉണ്ടല്ലോ. ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് വേണം. ഇതിൽ വളരെ വിചിത്രമായൊരു കാര്യം, ഈ നേതാക്കന്മാർ എന്ത് കണ്ടിട്ടാണ് ചില ആളുടെ PR ആപ്പിക്കാൻ നമുക്കറിയില്ല. ചില ആൾ രാത്രി നമ്മളെ വിളിക്കും, നമ്മളെങ്ങനെ സുഹൃത്തുക്കൾ നമ്പറെ കൊടുത്തിട്ട് അവർ നമ്മളെ വിളിക്കും. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും അറിയാൻ പാടില്ല ചിലരൊക്കെയാണ് ഈ നേതാക്കന്മാരൊക്കെ വേണ്ടി PR ചെയ്യാം. ഇത് ആരാണ് വിളിക്കുന്നതെന്നോ ഒന്നും അറിയില്ല. അത് നമ്മുടെ കൂട്ടത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഒട്ടും അറിയില്ല. ഇല്ല. ഒരുപാട് മാധ്യമപ്രവർത്തകർ വിഡിതം വിളിച്ചു പറയുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ പ്രോംപ്റ്റർ ഇല്ലെങ്കിൽ ഇവർ പൊളിയും. അതെ, അതാണ് പ്രോംപ്റ്ററാണ്. ഈ പ്രോംപ്റ്ററി നോക്കിയുള്ള വായനയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ പെർഫോമൻസ് അതിൻ്റെ അവതരണ രീതി. അല്ലാതെ വരുന്നവർ കഴിഞ്ഞ ദിവസങ്ങളിൽ TV ചാനലുകളിൽ വന്ന വിഡിതത്തിൻ്റെ കണക്കെടുക്കാനാണെങ്കിൽ അതിനെ സമയമുള്ളൂ. ഇന്നലെ നമ്മൾ ലൂസ് സ്റ്റോക്കിൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെന്നല്ലോ പറയുന്നത്. എങ്കിൽ പോലും നമ്മൾ പറയുമ്പോൾ ഫാക്ച്വൽ എറേഴ്സ് എന്തെങ്കിലും കുഞ്ഞതായിട്ട് വല്ലതും വരുമെന്നുള്ളതല്ലാതെ ഈ ഇത്രയും മാരകമായ തെറ്റുകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതെ. ഈ പല പ്രമുഖരായ നേതാക്കളുടെയും PR നോക്കുന്നവർക്ക് ഈ നേതാവിന്റെ ജീവചരിത്രം പോലും അറിഞ്ഞുകൂടാന്നുള്ളതാണ് തമാശ. ഇവരൊക്കെ വിളിച്ചു ചോദിക്കുകയാണ്, അപ്പോൾ എന്താ ധൈര്യത്തിലാണ് ഇവരൊക്കെ ഇത് ഏൽപ്പിച്ചു വിടുന്നത് മനസ്സിലാവുന്നില്ല. അവരങ്ങ് വിളിക്കുകയാണ്, വിളിച്ച് ചോദിക്കുകയാണ് ഈ നേതാവിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ലാതെ, ഈ സ്ഥാനാർത്ഥിയുടെ പൂർവ്വചരിത്രം അല്ലെങ്കിൽ അയാൾ എന്തൊക്കെയാണെന്ന് പോലും മനസ്സിലാക്കാതെ നമ്മുടെ ഓഫീസിൽ പറഞ്ഞ് വിളിക്കാറുണ്ട്. ഇത് ഏത് സ്ഥാപനമാണെന്നൊന്നും നോക്കാതെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലല്ലേ, നിങ്ങളുടെ ചാനലിന്റെ പേര് പോലും അവർക്കറിയില്ല. അപ്പൊ ഇത് വളരെ വിചിത്രമായ ഒരു അനുഭവമായിരുന്നു ഇത്തവണ. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ കൊട്ടിക്കലാശം എന്നുള്ളത് വളരെ വേസ്റ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. വളരെ വേസ്റ്റ് ആയ ഒരു പരിപാടിയാണ്. ഈ പരിപാടി സത്യത്തിൽ അതുപോലെ റീപോൾ സർവേ നിരോധിക്കേണ്ടതാണ്. സത്യസന്ധമായിട്ട് സർവേ നടത്തുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനവും എന്താ പറയുന്നത്, ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് എഴുതി വിട്ട് പെയ്ഡ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആളൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട് പോലും. ഫോൺ ചെയ്ത് ചോദിച്ചാൽ ആരാ പറയുന്നത്? നമ്മൾ നേരിട്ട് ചോദിച്ചിട്ട് ആരും പറയില്ല. നമ്മൾ നേരിട്ട് എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങളെന്താ നിങ്ങളോട് പറയുന്നതെന്ന് ചോദിക്കും. അതെ. അങ്ങനെയുള്ള ഒരാൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിനകത്തോടെ റെക്കോർഡായി ഞങ്ങളുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്ന പോലും അവർക്കൊരു വരത്തില്ലേ. എന്തായാലും നമ്മൾ പറഞ്ഞത് ഈ കൊട്ടിക്കലാശം സ്വാഭാവികമായിട്ടും കൊട്ടിക്കലാശത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് പേരെ നടുവിൽ ഇവരെ നിന്ന് തുള്ളുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ തുള്ളുന്നത് കണ്ട് ആരും വോട്ട് ചെയ്യാൻ പോകുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. അല്ലെങ്കിൽ മനുഷ്യനെ ചെവി പൊട്ടിക്കുന്ന രീതിയിൽ പാട്ടിട്ടുകൊണ്ട് അത് കണ്ട ശരി ഗംഭീരമാണ്, അവൻ നമ്മളെ ചെവി അടിച്ച് പൊട്ടിച്ചവനാണ്, അതുകൊണ്ട് നേരെ ചെന്ന് വോട്ട് ചെയ്യാമെന്നൊന്നും ആരും വിചാരിക്കരുത്. ശല്യമാണെന്നേ ആൾ കരുതുള്ളൂ. അതാണ് സാധാരണക്കാരായ മനുഷ്യർ. അവർ ജീവിതത്തിലെ ഓരോ കഷ്ടപ്പാടുകളിൽ പെട്ട് അത്യാവശ്യപ്പെട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴേക്ക് ഈ കൊട്ടിക്കലാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വഴിമുടക്കുന്നത്. നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ ഇക്കാര്യത്തിലൊക്കെ ഒരു മുൻകൈ എടുത്തില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ തന്നെ മുൻകൈ എടുത്തിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൻ്റെ വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്കിതെല്ലാം കൂടെ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് എല്ലാ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു.